ഹനാൻഷയാണല്ലോ ഇപ്പോഴത്തെ വിഷയം. പിന്നെ ഈ ഇടയ്ക്ക് ഹനാൻഷയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് ഏറിപ്പോയ അഷ്കർ ടെക്കി സാറേ ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ അഷ്കർ ടെക്കി വന്നിരുന്ന് ഹനാൻഷാന്റെ മറ്റേ മൊബൈലിൽ ലൈറ്റ് ഒക്കെ എതിർത്ത് ചിറാപ്പ് ഇഞ്ചി മഴയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയത്. ഈശ്വര ഇവിടെ ആരില്ലല്ലോ പറഞ്ഞു ചിരിക്കാനായിട്ട്. ചിറാപ്പുഞ്ചിയും കഴിഞ്ഞ് മേഘാലയം കഴിഞ്ഞ് ആസാമും കഴിഞ്ഞ് നാഗാലാൻഡും കഴിഞ്ഞ് അങ്ങനെ എത്തിയിട്ടുണ്ടാവും മൂപ്പര്. അവര് കുറച്ച് പാട്ടും പറയെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയതെന്ന് പറയുന്നു. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്, നീ ഒന്ന് ഈ ജന്മത്തെ നന്നാവില്ല കേട്ടോ. അപ്പൊ ഇത് അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാനുള്ള പിന്ന് പോലും അവര് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല, സോറി, നമുക്ക് നെക്സ്റ്റ് കാണാം എന്ന് പറഞ്ഞ് എന്തോ ഒരു ചിറാപ്പുഞ്ചി കാലിന്റെ ഡേലി എന്ന് പറഞ്ഞിട്ട് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഈ അഷ്കർ ടെക്കിക്ക് ഒരുമാതിരി പുച്ഛം പരിഹാസം മൂഡിലാണ്. കമ്പയറിംഗ് ടു ദിസ് വൺ ഈസ് ലൈക്ക് എ ജോക്ക് ബൈ എ ജോക്ക്. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഉറപ്പില്ലടാ. ലോക കുശുമ്പും കുഞ്ഞായ്മയും മൂത്തിട്ട് ഇരുന്നിട്ട് ഒരുത്ത ഇരുന്ന് വിളിച്ചു പറയുന്ന ഒരു ഫീലാണ് എനിക്ക് അഷ്കറിന്റെ ഈ ഒരു സാധനം കണ്ടത്. മേ ബി ഹനാൻഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെയും സിംഗറിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അയാളുടെ വർക്കുകൾ ഇഷ്ടമല്ലായിരിക്കും. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. കാലിന്റെ അടിയിൽ നിന്ന് വന്ന വർത്താനം പറയുന്ന അഷ്കർ ടെക്കി എന്താണെന്നുണ്ടെങ്കിലും ഏതോ കാലിന്റെ അടിയിൽ ഓടിയിട്ടുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഇതിന് നമ്മൾ ഈഗിള് റിയാക്ട് ചെയ്ത് കൊടുത്തൊരു കൊടുക്കലുണ്ട്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ എന്നെ ഇനി ഈ ഭാഗത്ത് കാണൂല. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.